തേരിതാ മറുതീരം തേടി കളിയാട്ടം ആടി ഒരു മിന്നൽ പിണരിൻ തിരിവെട്ടം തേടി താരാവീതിയിൽ നീങ്ങും തേരിതാ പാടിപ്പോകും ഗാനം ഇരാവിൽ വീണ്ടും വീണ്ടും കേട്ടു നേരിട്ട് കോമരം തുള്ളും രാജവീതിയും മങ്ങി ഓ തങ്കപ്പടയുടെ ചെല്ലക്കോട്ടയിൽ കുന്നിക്കുറുമണി ചില്ലുപാകിയോ മുഖമുണരുകയോ താരാവീതിയിൽ നീങ്ങും തേരിതാ തുള്ളാതെ തുള്ളുന്ന മണ്ണിൽ കാണപ്പു തേടിയലഞ്ഞു ദൂരത്തെ പടവിലിന്നാരോ കാലത്തിൻ നീരാട്ടു കണ്ടു ഹേ മഞ്ഞു മൂടിയ കുന്നിനെറുകയിൽ നാഗക്കൂട്ടിലെ പവിഴമാകയും ചിതറി വീഴുകയോ താരാവീതിയിൽ നീങ്ങും തേരിതാ താരാവീതിയിൽ നീങ്ങും തേരിതാ മറുതീരം തേടി കളിയാട്ടം ആടി ഒരു മിന്നൽ പിണരിൻ തിരിവെട്ടം തേടി താരാവീതിയിൽ നീങ്ങും തേരിതാ कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते അത് ശരി. അപ്പൊ പാലിന്റെ പൈസ മാത്രമല്ല തരാത്തെ, കറണ്ട് ബില്ല് അടയ്ക്കാറില്ല അല്ലേ? വന്ന് കിടപ്പും പുറത്തായി. ഇന്നത്തെ ഒരു ദിവസം മാത്രം ഞാൻ ക്ഷമിക്കും. നാളെ എന്നെ പൈസ കിട്ടിയില്ലെങ്കിലുണ്ടല്ല എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഉറങ്ങിക്കോ, നന്നായിട്ട് ഉറങ്ങിക്കോ. നാളെ തൊട്ട് ഉറക്കം പോകാനുള്ളതല്ലേ. മനുഷ്യരെ ബുദ്ധി കാട്ടി वक्षो विहारिणि मनोहर दिव्यमूर्ते श्री स्वामी निश्रित जनप्रिय दानशीले श्री वेंकटेशे വന്ന് കിടപ്പും പുറത്തായി. അടുത്ത കിടപ്പേ അങ്ങ് വരുവഴിയില്ല. അവിടെ കിടക്കണെങ്കിലേ ഈ പത്രം അത്യാവശ്യ. അങ്ങനെ പാൽക്കാരനും പോയി,
പത്രക്കാരനും പോയി. ഇനി ഇന്നത്തെ ദിവസം ശുഭകരമായിട്ട് അങ്ങ് തുടങ്ങാം. 7 മണി. ഇവനൊക്കെ കാരണം നേരത്തെ ഒന്ന് എഴുന്നേക്കാനും പറ്റിയല്ലോ. എന്താ അങ്ങനെ സിമ്പലടിയും കഴിഞ്ഞു. ബാലേട്ടാ, എന്റെ ബാലേട്ടാ, എന്നെ രക്ഷിക്കണം ബാലേട്ടാ. ബാലേട്ടൻ എന്നെ രക്ഷിക്കാന്ന് ഉറപ്പ് പറഞ്ഞാലേ ഞാൻ ഈ കാലേന്ന് വിടൂ. ആട്ടയെ നോക്കാം, ആദ്യം നീ കാലേന്ന് പിടിവിട്. ഇനി പറ, നീ ആരാ? ഉത്സവപ്പറമ്പുകളിൽ ബാലേട്ടൻ അരങ്ങ് തകർക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ട് നാടക ലോകത്തേക്ക് എടുത്തു ചാടിയ ഒരു പാവം കലാകാരന ബാലേട്ട ഞാൻ. അതെനിക്ക് മനസ്സിലായി. എന്താ നിന്റെ പ്രശ്നം? അത് പറ. കഴിഞ്ഞ 10 വർഷമായി എന്നെ 1 മണി അരി പോലും വാങ്ങിക്കാൻ അനുവദിക്കാത്ത നാട്ടുകാരും പോലീസുകാരും. മതി മതി, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. അരി വേണം. അരിയല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താ നിന്റെ പ്രശ്നം? അത് പറ. കാക്കിധാരികളായ കശ്മലന്മാരോട് വളരെ വേദനയോടെ ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു മനുഷ്യനല്ലേ? അല്ലേന്ന്? അതേടാ. അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ എന്റെ തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കൂ. അനുവദിക്കാൻ. നിനക്കെന്താ ഭ്രാന്തായോ? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലായിരിക്കും. പക്ഷെ ബാലേട്ടൻ എന്നെ മനസ്സിലാക്കണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് നിന്നെ മനസ്സിലാക്കലല്ലേ എന്റെ പണി. ബാലേട്ടൻ അറിയാമോ, പെങ്ങന്മാരും അടിയന്മാരും കുട്ടികളും അടക്കുന്ന വലിയൊരു അഭയാർത്ഥി ക്യാമ്പാണ് എന്റെ കുടുംബം. ഒരു അങ്കണവാടി തുടങ്ങാനുള്ള കുട്ടികൾ എന്റെ വീട്ടിലുണ്ട്. ഇതിനെല്ലാത്തിനും ബാലേട്ടൻ ഒരു പരിഹാരം കാണണം. ബാലേട്ടൻ എന്നെ രക്ഷിക്കണം ബാലേട്ട. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിക്കുക ഞാൻ. എടോ, തനിക്കറിയൂ, അന്നൊരാഴ്ചത്തെ കാലാവധിക്ക് അന്ന് ബാങ്കിൽ നിന്ന് വന്ന് ജപ്തി നോട്ടീസ് വായിച്ച എന്റെ അമ്മിണി. പോട്ടെ ബാലേട്ട, വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. ദേ, അമ്മിണി ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അതണ്ടി, അതിനവള് ചത്തിട്ടൊന്നുമില്ലടാ. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നതിന്റെ പേരിൽ അവളൊന്ന് ഉടക്കിപ്പോയെന്നേ ഉള്ളൂ. ഒരു സൗന്ദര്യപ്പണക്കം. അവളെവിടെ പോയാലും ഇവിടെ എന്നിട്ട് അവിടെയല്ലടാ, ഇവിടെ, എന്റെ ഇവിടെ. ബാലേട്ടൻ എന്തായി ആലോചിക്കണത്? ജീവ, എന്ത് ചെയ്യാനാ? ഒരർത്ഥത്തിൽ പറഞ്ഞ നീയും ഞാനും എല്ലാം ഒരേ വഞ്ചിയിലെ യാത്രക്കാർ. തളരരുത് ബാലേട്ട. ബാലേട്ടന്റെ കയ്യിലും എന്റെ കയ്യിലും അല്പസ്വല്പം കലയുണ്ട്. നമുക്ക് ഈ ട്രൂപ്പ് ഒന്ന് മോഡിഫൈ ചെയ്താലോ? ഞാൻ ഈ ട്രൂപ്പ് എന്നേ ഫൈനായിട്ട് മൂടിക്കഴിഞ്ഞതാ. ദയവായിട്ട് ഇനി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. പെട്ടെന്നെങ്ങാനും ചത്തുപോയാ ശവകടക്കിന് കാശില്ലല്ലോന്ന് ഓർത്തിരിക്കുമ്പോഴാ അവന്റെ ഒരു നാടക ട്രൂപ്പ്. പൈസയുടെ കാര്യം ഓർത്തൊന്നും ബാലേട്ടൻ വിഷമിക്കണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി ശരി, എങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റിയ 1-2 നല്ല കഥകൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്കതൊന്ന് പൊടി തട്ടിയെടുക്കാം. പക്ഷെ ജീവ, എന്റെ സമിതിയിൽ അഭിനയിക്കാൻ ആർട്ടിസ്റ്റുകളെ കിട്ടുമോ? നടന്മാരെ കിട്ടാൻ പണിയില്ല, പക്ഷെ നടിമാർക്ക് ബുദ്ധിമുട്ട്. അതോർത്ത് നീ ബുദ്ധിമുട്ടണ്ട. നല്ലൊരു നടി എൻ്റെ കയ്യിലുണ്ട്. മുമ്പ് എൻ്റെ കൂടെ ബാലയിലുണ്ടായിരുന്ന കുന്തി. അയ്യേ, കുന്തിയാ? എടാ, കുന്തി എന്നുള്ളത് ബാലയിലെ പേരാ. ശരിക്കും പേര് തങ്കം, തണ്ണീർമുക്കം തങ്കം. ഏയ്, അതൊന്നും വേണ്ട. നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കലാബോധവും സൗന്ദര്യവും ഉള്ളവളാണ്. തങ്കവും നല്ല സൗന്ദര്യവും സഹകരണവും ഉള്ളവളാണ്. ചേട്ടൻ എന്താ തങ്കത്തോട് ഇത്ര വലിയ താല്പര്യം? അവരോട് വല്ല ഉണ്ടോ? എടാ, നീ വെറുതെ അങ്ങനെയൊന്നും പറയരുതേ. നിനക്കറിയോ, അമ്മിണി പിണങ്ങിയെന്നറിഞ്ഞപ്പോ തങ്കം ഇണങ്ങി. അവളുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും നടക്കും. എല്ലാ കാര്യമെന്ന് വെച്ചാ? എല്ലാ കാര്യമെന്ന് വെച്ചാ അവള് പയറുതോരൻ വെച്ച് തരും, ചക്കക്കൂട്ടാൻ വെച്ച് തരും. പിന്നെ രാത്രി
നല്ല ചൂട് കുത്തിരിക്കഞ്ഞി. ആ കഞ്ഞി പ്ലാവിലക്കുമ്പിളിൽ കോരി കുടിക്കുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതി, ഓ, അതൊന്ന് അനുഭവിച്ചറിയണം. അതുകൊണ്ട് അവള് തന്നെ മതി. സമ്മതിച്ചു. പക്ഷെ നായികയായിട്ട് വേറൊരു നടി നമുക്ക് കണ്ടുപിടിക്കണം. എടാ, പണ്ട് എന്റെ ട്രൂപ്പിൽ അമ്മ വേഷം ചെയ്ത ഒരു നടിയുണ്ട്. അവക്കൊരു നല്ല മകളുണ്ടെന്ന് കേട്ടു. ഒന്ന് പോയി നോക്കിയാലോ? ആ, എന്നാ നീ അത് ആ ഉണ്ടാവുക. ഒരു അഭിനയപ്രാന്തനുണ്ടാവും. അവനെ അതെന്താ ബാലേട്ടാ? അത്യാവശ്യമായിട്ട് കടം പറയാമല്ലോ എന്ന് കരുതിയാ. അത് കൊള്ളാം. ബാലേട്ടാ, ഓ. നാടൻ പരിപാടിയൊന്നും ഇല്ലേ? പിന്നെ ഉർവശി തിയേറ്റേഴ്സ് പൊക്കി എടുത്തോണ്ട് വരാൻ പോകുമല്ലേ. ആഹാ. അരങ്ങത്തെത്താൻ അധികം ദിവസം ഇല്ല. അതുകൊണ്ട് ട്രൂപ്പിലേക്ക് പറ്റിയ നടന്മാരെ തപ്പി ഇറങ്ങിയതാ ഞങ്ങള്. ആ. നല്ല ശബ്ദഗാംഭീര്യവും ഭാവാഭിനയവും ഒത്തിണങ്ങിയ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം നാടകത്തിലെ നായകനാക്കാനായിട്ട്. ഇതൊക്കെ ഒത്തിണങ്ങിയ നടനെ നമ്മളെവിടെ തപ്പും. ഈ ഓട്ടോ മുതലൊക്കെ തപ്പിയാലോ ബാലേട്ടാ? അല്ല, നിങ്ങൾ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എനിക്കുണ്ട്. പാരമ്പര്യമായിട്ട് പിന്നെ സൗന്ദര്യം ഉള്ളതുകൊണ്ട് പറയണ്ടല്ലോ. പിന്നെ ഭാവാഭിനയം, ശൃംഗാരം, ഭയാനകം, ദേഷ്യം, വികാരം. എങ്ങനെയുണ്ട് ബാലേട്ടാ? നീ നന്നായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് നിനക്ക് ഞാൻ ഓസ്കാർ മേടിച്ചു തരും. ഓസ്കാർ? അതും ഓസ്കാറാണേ. സന്തോഷമായി ബാലേട്ടാ, സന്തോഷമായി. ഇനി വോട്ടറെങ്കിലും ടിപ്പലടിച്ച് ഞാൻ തട്ടിപ്പോയാലും എനിക്ക് സങ്കടമില്ല. എനിക്ക് അഭിനയിക്കാലോ ബാലേട്ടാ. ഞാൻ ഈ കാലം പിടിച്ചോട്ടെ എനിക്ക് അഭിനയിക്കാം. നിന്റെ കരച്ചിൽ നിർത്ത്. നീ വണ്ടി എടുക്ക്. ഉടനെ നമുക്ക് ഒരിടം വരെ പോണം. ആ, കേറ് ബാലേട്ടാ. നിർത്തടാ, നിർത്ത്. ജാനു, വാടാ. ജാനു, എന്നെ ഇഷ്ടപ്പെടും. അയ്യോ എന്റെ കണ്ണ്. ജാനു, ജാനു. ആശാനെ, പുറകിലൊരു ശബ്ദം കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു അവർ അടുക്കള ഭാഗത്താണെന്ന്. എടാ, നീ പേടിക്കാതെ. ഏത് പാതിരാത്രിയിലും ജാനുവിന്റെ അടുക്കള കയറി ചെല്ലാനുള്ള അധികാരം എനിക്കുണ്ട്. ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല, നീയുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നത്? എടാ, പാടാ പിള്ളേരെ, പേടിക്കാതെ എന്റെ കൂട്ടത്തി വാ. അയ്യോ, ആശാൻ, നമ്മൾ വന്ന സമയം അത്ര ശരിയല്ലെന്ന്. ശരിയാ, നടിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്നും അവക്കത് ഇഷ്ടമില്ലെന്നും മനസ്സിലായി. അതേതായാലും നന്നായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമുക്കൊരു നായിക നഷ്ടമായില്ലല്ലോ. എന്താടാ, നീയാണോ അവിടെ കെട്ടാൻ പോകുന്നത്? ഓ, ഒന്ന് പോ ആശാൻ. അയ്യോ, ഓ, അവളൊരു സുന്ദരിക്കോത. ഗോപാലിന്റെ കാര്യം പറയുമ്പോ നീ എന്തിനാടി കലി ഇളകണത്? മൂദേവി, ദേ, അയാളുടെ കാര്യം ഇനി ഇവിടെ മിണ്ടി പോവരുത്. കേട്ടവള്. എടി, നിന്റെ തന്ത നിനക്ക് 3 മാസം പ്രായമായപ്പോ പേയളകി ചത്തപ്പോ ആ ഗോപാലിനാണ് ഇവിടെ ചെല്ലും ചെലവും തന്ന് വളർത്തിയത്. അവനോട് ഞാനൊന്ന് എന്താണ് നിനക്ക് തൊലിക്കെറുപ്പ്? അപ്പൊ കല്യാണക്കാരി മോക്കല്ല, തള്ളക്ക. എനിക്ക് ബുദ്ധിയാവുന്നതിന് മുമ്പേ അയാൾ ഇവിടെ പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്റെ അപ്പന്റെ സ്ഥാനത്ത് ആ വൃത്തിയിട്ട മനുഷ്യനെ കാണാൻ എനിക്കാവില്ല. അതിന് പറ്റാത്തവർ ഇവിടെ നിക്കണ്ട, ഇറങ്ങിപ്പോടി. അയ്യടാ, അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾ ഇവിടെ സൂയിക്കണ്ട. ഈ കണ്ട സാധനങ്ങളൊക്കെ എന്റെ വേർപ്പാ, എന്റെ വേർപ്പ്. അയ്യടി, നിന്റെ വേർപ്പാണെങ്കിൽ എടുത്തോണ്ട് പോടി, അഹങ്കാരി. ആശാൻ വാ ആശാനെ, ചുമ്മാ അങ്ങനെയാക്കാൻ. പണ്ട് ഗോളിയായിരുന്നു നന്നായി. ആശാനെ, ഇത് നല്ല കലം, ഇത് നമ്മക്കരിക്കട്ടെ. നമ്മുടെ അടുത്താ കളി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അവിടെ ഇച്ചിരി ഉപ്പിന്റെ കുറവേ ഉള്ളൂ.
ആരാടാ നീ? ആഹാ. ഹെൽമെറ്റ് വെച്ച് വന്നിരുന്നത്. എന്താ ജാനു ഇത്? ജാനു എന്താ ഇത്? എന്റെ ആരിത്? ആശാനോ? ജാനു ഇപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ? അങ്ങനെ മറക്കാൻ പറ്റിയ ബന്ധായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. എനിക്കങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ ജാനു? അപ്പവർക്ക് പയറുതോരനും ചക്കക്കൂട്ടാനും വെക്കാൻ അറിയാം. ഞാനിരിക്കുന്ന എന്റെ ഗ്രീൻ റൂമിലേക്ക് ആശ മെല്ലെ മെല്ലെ വന്നതും അപ്പൊ ചൂട് കഞ്ഞിയും കുടിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതെ മതി മതി. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. ഉർവശി തിയേറ്റേഴ്സ് വീണ്ടും തുടങ്ങാൻ പോകുന്നു. അപ്പോ അതിൽ നായികയായിട്ട് അഭിനയിക്കാനായിട്ട് സൗന്ദര്യം കഴിവും ഒക്കെ ഒത്തണമെങ്കിൽ ഒരു നടിയെ ഞങ്ങക്ക് വേണം. എന്താ ഇത്? എന്ത് പറ്റി ജാനു? നിനക്ക് എന്ത് പറ്റി? ഇത്ര കഴിഞ്ഞിട്ടും ആശാൻ എന്നെ മറന്നില്ലല്ലോ. ചേച്ചി, ഞാൻ ചേച്ചിയുടെ മകളെ ഉദ്ദേശിച്ചത്. ഓഹോ, ഇവളെയാണല്ലേ? ഇവളെ ഞാൻ അഭിനയിക്കാൻ വിടാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവളുടെ ശമ്പളത്തിൽ നിന്നും പാതി എനിക്ക് തരണം. അതിന് സൗകര്യമുണ്ടോ? അത് പറ്റില്ല. പറ്റില്ലെങ്കിൽ കയറി പോടിയാത്ത്. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തനിക്കത് കാണണം. ഒന്നുമല്ലെങ്കിലും നമ്മൾ എങ്ങനെ കഴിഞ്ഞതാ? ഒന്ന് സഹകരിക്കു ജാനു. സഹകരിക്കാം. പക്ഷേ എന്റെ കൈ കുറച്ച് കാശ് കിട്ടിയേ പറ്റൂ. ഇവളെ പോറ്റി വളർത്തിയതിന് കുറച്ച് കാശ് ചെലവായിട്ടുണ്ട്. അതെ, ഇവളുടെ സൗന്ദര്യം കണ്ടിട്ടല്ലേ നിങ്ങൾ അഭിനയിക്കാൻ വിളിച്ചത്? എന്റെ സൗന്ദര്യാണ് അവൾക്ക് കിട്ടിയത്. അത് ഞാൻ മുതലാക്കണ്ടേ ആശാനെ? എന്റെ ജാനു, ഞാൻ നിനക്ക് എന്തായാലും കുറച്ച് പൈസ തരാം, പോരേ? തൽക്കാലം അത് മതി. ആ എടാ, നിന്റെ ഈ പേന ഉണ്ടോ? ഉണ്ടോന്നോ? ദേ ജപ്പാന്റെ പേന. ആ എന്നാ ജപ്പാന്റെ പേന കൊണ്ട് എന്റെ നമ്പർ എഴുതി ജാനു കൊടുക്ക്. ഇപ്പൊ തന്നെ കൊടുത്ത കാശാനെ. അതിന് വല്ല താമസം ഉണ്ടോ? 99 2 അങ്ങനെ ഞാൻ ഓർക്കും ചെയ്തു. 45 ഫോർ വൈഫോ? എന്താടാ നിന്ന് പരുങ്ങുന്നത്? എഴുതങ്ങോട്ട്. അത് പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ. എന്റെ പൊന്ന് ജീവ, മലയാളത്തിൽ പറഞ്ഞു എഴുതിക്കോ. 99 99 45 55 46 46 00 00 ഓ തീർന്നു 12 12 എനിക്ക് ഞാനും ഒരു വാക്ക് പറഞ്ഞാൽ ആ കാര്യത്തിലൊരു സമാധാനം. ഇവിടെ ഉണ്ടായിരുന്നോ? ഇതൊരു യമഹയായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട് പൊക്കി എന്റെ കഴിവ് തെളിയിച്ചാലും ഞാൻ ആച്ചാൻ ഇങ്ങോട്ട് വേഗം കയറുന്നത്. ഫ്രണ്ടിലേക്ക് പോകാനേ എന്താ ചെയ്യുന്നത്? എന്റെ കമ്പ്യൂട്ടർ കൺട്രോൾ പോയോ? വണ്ടി വിട്ടോടാ. കാഞ്ചനക്കൂട്ടിലെ പൂങ്കിളി വരുമോ നീ പൂന്തളിരിൽ? കാഞ്ചനക്കൂട്ടിലെ പൂങ്കിളി
പൈപ്പിന്റെ വളവിനി കുന്തത്തേലും വരുവോ? എന്തൊരു നാണാണിത്. വരൂ, ഇങ്ങോട്ട് വരൂന്നേ. ഇറങ്ങി ഇങ്ങനെ നാണിക്കാതെ ചേട്ടാ. വരൂ, മുഖം പൊത്താതെ. ഇതാണ് ഉർവശി തിയേറ്റേഴ്സ്. പണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന സമിതിയാ. ഇനി ഇതാണ് നമ്മുടെ വീട്, സ്വന്തം വീട്. വരൂന്നേ, മടിച്ചു നിൽക്കാതെ വരൂന്നേ. മോളെ മീരേ, ദേ ഉമ്മറത്തേക്ക് ഇങ്ങ് വന്നേ. 2 യുവമിഥുനങ്ങൾ വന്നിരിക്കുന്നു. മോളെ, അമ്മയുടെ കല്യാണം കഴിഞ്ഞൂടെ? ഗോപാലേട്ടനെ നീ സ്വന്തം അച്ഛനെ പോലെ കാണണം. എന്താടി നിനക്കൊരു പൊന്നം? ഒന്നുമില്ലെങ്കിൽ നിനക്ക് 2 അച്ഛനുണ്ടെന്ന് പറയാലോ. അയ്യോ, ജാനു വെച്ച് എന്തൊക്കെയാ വിളിച്ചു കൂവണത്? നീ എന്താണ് ചിരിക്കുന്നത്? ഇവളുടെ തന്ത ആരാന്ന് ചോദിച്ചാൽ ആരെങ്കിലും കാണിച്ചു കൊടുക്കട്ടെ, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ ശാനു ഒന്നും മിണ്ടാത്തെ? എന്റെ ജാനു, നിന്റെ മണ്ടത്തരം കേട്ട് എന്റെ നാക്കിറങ്ങിപ്പോയതാ. എന്താ മനുഷ്യ അവിടെ നിൽക്കട്? ഇങ്ങോട്ട് പറഞ്ഞ ആശാനോട് അനുഗ്രഹം മേടിക്കേ. ആശാനെ, ഞങ്ങളെ അനുഗ്രഹിക്ക. നിങ്ങളെ അനുഗ്രഹിക്കല്ല, നിഗ്രഹിക്കുക വേണ്ടത്. ആശാനെ, എന്താ ആശാനെ ഇങ്ങനെ പറയണത്? നിന്റെ മോളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? ഉണ്ടോന്ന്? ഞാൻ എന്ത് ചിന്തിക്കാൻ ആശാനെ? അതെന്താ? അവളെ കുറിച്ച് ചിന്തിക്കാൻ നാട്ടില് വേറെ ആണുങ്ങളുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു ചിന്തിക്കണം? ഞാനും കുറച്ചാൾ അവളെ കുറിച്ച് ചിന്തിച്ചതാ. എന്ത്? ഞാൻ അവളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചതാ. അതൊക്കെ പോട്ടെ, ഞങ്ങള് വന്നതേ ആശാനോടൊരു കാര്യം അപേക്ഷിക്കാനാ. എന്ത് കാര്യം? രജിസ്റ്ററിൽ ഒപ്പ് വെച്ചതിന് ശേഷം എനിക്ക് ആ സത്യം മനസ്സിലായത്. ഏത് സത്യം? ഇങ്ങേർക്ക് ഒരു പണിയില്ലെന്ന്. അതറിഞ്ഞപ്പം ഞങ്ങള് നേരെ ആശാന്റെ അടുത്തേക്ക് പോന്നു, അല്ലേ ഗോപാലേട്ടാ? ചുരുക്കത്തിൽ എനിക്കൊരു പണിയും കൂടിയായി. അങ്ങനെ പറയരുത് ഗോപാലേട്ടന്. ആശാൻ എന്തെങ്കിലും ഒരു പണി ഇവിടെ കൊടുക്കണം. കോലം കണ്ടാൽ അറിയില്ലേ ഇയാൾക്ക് എന്ത് പണി അറിയാം? കൊറേ നാളെ ഞാൻ വൈറ്റ് വാഷ് ചെയ്യാൻ പോയിരുന്നു ആശാനെ. എങ്കിൽ ഇയാളെ മേക്കപ്പ് മാൻ ആക്കാൻ ബാലേട്ടാ. വേണ്ട ജീവ, ഇയാള് മൊത്തം വെളുപ്പിക്കും. എങ്കിൽ ഗോപാലേട്ടൻ കട്ടൻ കെട്ടാനും ചായ കൊടുക്കാനും നിൽക്കട്ടെ. എന്റെ ആഗ്രഹം അഭിനയിക്കണം. എന്റെ പൊന്നമ്മാവ വേണ്ട. അവൻ അഭിനയിച്ചാലേ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ടാ. എന്തെങ്കിലും ആവട്ടെ, ഗോപാലേട്ടൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോട്ടെ. ജാനു, നീ എന്ത് പണിയായി കാണിക്കുന്നത്? ഇന്നല്ലായിരുന്നു നിങ്ങളുടെ കല്യാണം? അതെ, ഇന്നല്ലേ നിങ്ങളുടെ ആദ്യ രാത്രി? ഞങ്ങളുടെ ആദ്യ രാത്രി ഒക്കെ എന്നേ കഴിഞ്ഞതാ. ഇനി എന്താ ആദ്യ രാത്രി ആശാനെ, അല്ലേ ഗോപാലേട്ടാ? ഞാൻ പോട്ടെ ആശാനെ. എന്നെ ഇട്ടിട്ട് പോവാണോ? ഇനി മുതൽ എന്റെ കറുത്ത രാത്രികളായിരിക്കും. നാടകത്തിൽ അഭിനയിക്കാൻ 3 പേരെ കൂടി ഇനി വേണം. പണ്ട് എന്റെ നാടകത്തിൽ അഭിനയിച്ച 2-3 പേരുണ്ട്. അതിലൊരുത്തരാണ് കൃഷ്ണ ഹുസൈൻ. കൃഷ്ണ ഹുസൈൻ? ഹുസൈൻ എന്നാണ് അവന്റെ പേര്. പണ്ട് തൃപ്രയാർ ഒരു നാടകം കളിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ വേഷമെടുക്കാൻ ആളില്ലാതെ വന്നപ്പോ പിടിച്ച് സ്റ്റേജ കയറ്റിയതാ. എന്നിട്ട് തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അതിന്റെ പാട് ഇപ്പോഴും എന്റെ പുറത്തുണ്ട്. അർജുന, നിന്റെ പേര് ഞാൻ തെളിക്കും. ഒരു കവചം പോലെ ഞാൻ നിൽക്കുമ്പോ നീ എന്തിനു പേടിക്കണം? കൃഷ്ണ, വില്ലാളി വീരനായ എന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ തോന്നുന്നു. എന്ത്? വില്ലാളി വീരനായ നിന്റെ ധൈര്യം ചോർന്നു പോവുകയോ? ഇല്ല, നീ ധൈര്യമായി മുന്നോട്ട് പോകണം. പക്ഷേ എന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കൗരവപ്പടയെല്ലാം ഒരർത്ഥത്തിൽ എന്റെ കൂടപ്പിറപ്പുകളല്ലേ? ഒരു ഒറ്റ ചവിട്ട് വയ്ക്കാന്നുണ്ടല്ല, അനക്ക് എന്റെ സ്വഭാവം ശരിക്കറിയില്ല. യുദ്ധത്തെ വിജയിച്ച രാജ്യവും മയ്യത്തായ സ്വർഗവും കിട്ടും. നിങ്ങൾ ധൈര്യമായിട്ട് പോയി
ഞാനാണോടോ കൃഷ്ണ ഹുസൈൻ? കോഴിക്കാലത്ത് വായിക്കരുതനാ. എടോ നമ്മുടെ പേര് ഹുസൈൻ എന്നാണ്, അല്ലാണ്ട് കൃഷ്ണ ഹുസൈൻ എന്നല്ല. ഓരോന്നും മറക്കാൻ ശ്രമിക്കണം, ഓരോരുത്തർ വന്ന് ഓർമ്മിപ്പിക്കണത്. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനാ. അതിന് നമ്മുടെ ഹെൽത്ത് ഒരു കുഴപ്പമില്ല സാറേ. മിസ്റ്റർ, നിങ്ങൾ ഈ കോഴിക്കട നടത്തുന്നതിന് ലൈസൻസ് എടുത്തില്ലെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. കോഴിക്കൊക്കെ എന്തിനാ സാറേ ലൈസൻസ്? അതുങ്ങളൊക്കെ വണ്ടി ഓടിക്കാൻ പോണ, അതൊക്കെ എന്റെ മക്കളെ പോലെയാണ് സാറേ. എന്നിട്ടാണോ ഇറച്ചിയായി കൊടുക്കണേ? പടച്ചോനാണ് സത്യം, നമ്മൾ ഇറച്ചിയാക്കണില്ല, നമ്മള് കോഴിയുടെ ജീവനോടെ അല്ലേ കൊടുക്കണത്. മക്കളെ ആരെങ്കിലും ജീവനോടെ കൊടുക്കൂ, അതും കൊല്ലാൻ? സാറിന്റെ മോളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ജീവനോടെ അല്ലേ? അവര് കൊണ്ടുപോയി കൊല്ലാനോ പോറ്റാനോ ഒന്നും അറിയില്ലല്ലോ. നല്ല നാക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഞാനിവിടെ വരുമ്പോ ലൈസൻസ് എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഈ കട ഞാൻ പൂട്ടിക്കും. മനസ്സിലായോ? അതിന് വരുമ്പോ താഴ്ന്നാക്കോലും കൊണ്ടുവരും. ഒരു കോഴി ഇൻസ്പെക്ടർ വന്നേക്കണം. താനം തന്നെ നോക്കണം, നമ്മളെ കോഴി നോക്കണം. കോഴി മോറ എടോ കൃഷ്ണ ഹുസൈൻ, പിന്നെ വിളിക്കണ്. അല്ല, ഇതാരാ ആശാനാ? ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ല അല്ലേ? എന്റെ ഹുസൈനെ, ഈ ജീവിതത്തിൽ ബാലേട്ടന് തന്നെ മറക്കാൻ പറ്റുമോ? എന്താ ആശാന് വിശേഷിച്ച്? എടോ, നമ്മുടെ പഴയ സമിതി വീണ്ടും ഒന്ന് ഉഷാറാക്കാൻ പോകുന്നു. ഉർവശി തിയേറ്റേഴ്സാ? നന്നായിട്ടാ. ഹുസൈൻ ഇതിലൊരു വേഷം ചെയ്യണം. ദേ, കൃഷ്ണന്റെ വേഷമാണെങ്കിൽ നമുക്ക് പറ്റൂലട്ടാ. അന്നാറ്റായിട്ട് ഞാൻ അനുഭവിച്ചതാ. നീ മാത്രല്ല, ഞങ്ങളും കൂടെ അന്ന് അനുഭവിച്ചത്. കൃഷ്ണന്റെ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ ഏതുതരം വേഷം ഇക്കൊക്കെ വേണ്ടേ? ഞമ്മക്ക് പോലെ അയ്യപ്പന്റെയോ ഗുരുവായൂരപ്പന്റെ ഒക്കെ വേഷമായാലും മതി. ഇക്കൊക്കെ പറ്റിയ വേഷം ഞങ്ങള് അല്ല ബാലേട്ടാ, ഇതാരാ? ഇത് ജീവൻ. ഇനി സമിതിയുടെ ഇൻചാർജ് ഇവനാ. ഇതാരാ? ഇത് നമ്മുടെ ജാനു. ഇത് രൂപം അങ്ങ് മാറിപ്പോയല്ലോ. കണ്ടിട്ട് പടച്ചോന്, മനുഷ്യർക്ക് ഇങ്ങനെ അങ്ങോട്ട് മാറുമോ? മണ്ടത്തരം പറയാതോ. മണ്ടത്തരോ? ആശാനെ, ഇവിടെ കോലം നോക്കി ആശാനെ. നിർത്ത്. ഇത് ജാനു അല്ല, ജാനുവിന്റെ ഭർത്താവാ. അടുക്കരുത്, അടുക്കരുത്. അടുത്ത കൂട്ടാൻ പറ്റില്ല ഞാൻ. എന്തൊക്കെയാണ് ആശാന് വേഗം വിട്ടോ. ഇത് ജിന്നാണ്. ഇത് ജിന്ന്. ജാനുവിന്റെ മാപ്പിള വലിച്ചിട്ട് കൊല്ലേറിയായി. ഇത് ജിന്നാണ്, ജിന്ന്. ഇത് ജിന്നൊന്നുമല്ലപ്പാ, ജാനുവിന്റെ രണ്ടാം കെട്ടാ. പേര് ഗോപാലൻ. അപ്പൊ അഭിനയിക്കാനൊക്കെ തയ്യാറാണ്? എപ്പ തയ്യാറാണെന്ന് ചോദിച്ചാ മതി, നമ്മള് റെഡിയാണ് ആശാനെ. അപ്പൊ ചാർജ് എത്രയാ? ഇന്നലെ വരെ 73. ഇന്നൊരു 10 രൂപ കൂടി. നീ എന്തിന്റെ ചാർജിന്റെ കാര്യമായി പറയുന്നത്? കോഴിയുടെ ചാർജ് അല്ല, നിന്റെ ചാർജിന്റെ കാര്യാ ചോദിച്ചത്. അതിപ്പോ ആശാടി ഞാൻ എന്ത് പറയാനാ, ഒട്ടും കുറയ്ക്കാതെ നിങ്ങൾ തന്നാ മതി. ശരി, നീ നമ്പരിൽ എന്നെ വിളിച്ചാ മതി. എടോ ജീവൻ, കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ക്യാമ്പിൽ നിന്ന് നമുക്ക് കോഴി ബിരിയാണി. എടോ ഗോപാല, താൻ 2 കിലോ കോഴി മേടിച്ചോണ്ട് നേരെ ക്യാമ്പിലോട്ട് വരണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നല്ല കോഴി നോക്കി 2 കിലോ ഇങ്ങടത്തെ. അപ്പൊ കൃഷ്ണ ഹുസൈന്റെ കാര്യം ഓക്കെ. അടുത്ത ആരാന്നാ പറഞ്ഞത്? കുന്തി. അതെ, എന്റെ തങ്കം, തണ്ണീർമുക്കം തങ്കം. മാതാശ്രീ, നോക്കൂ, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിശിഷ്ടധർമ്മം എന്താണെന്ന്. വിശിഷ്ടധർമ്മം എന്തായാലും എനിക്ക് വേണ്ട മക്കളെ. മക്കൾ 5 പേരും പങ്കിട്ടെടുത്തു. മാതാശ്രീ എന്താ ഈ പറയുന്നത്? ഇന്ന് ധർമ്മമായി കൊണ്ടുവന്നിരിക്കുന്നത് ധൃതരാജാവിന്റെ പുത്രി ദ്രൗപദിയാണ്. ഭഗവാനെ, ഞാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞത്? മാതാശ്രീ, ധ്രുവരാജ കൊട്ടാരത്തിൽ സ്വയംവരം ചെയ്ത് പന്തയം ജയിച്ച് സ്വയംവരം ചെയ്താണ് ഈ നിൽക്കുന്ന ദ്രൗപദിയെ. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുവാൻ കുന്തിദേവിക്ക് ആവില്ല മക്കളെ. ദ്രൗപദിയെ മക്കൾ 5 പേരും കൂടി പത്നിയായി സ്വീകരിച്ചാലും
ഇന്നു മുതൽ ദ്രൗപദിയെ പാഞ്ചാലി എന്നുള്ള പേരിൽ ലോകമെങ്ങും അറിയപ്പെടൂ. ഹലോ സുരേഷ്, അയ്യോ സുരേഷ്, ഞാൻ തട്ടി നിൽക്കുവാ. ഏത് തട്ടുന്നു? നാടകം നാടകം. അയ്യോ ദ്രൗപദി അല്ല പെണ്ണില്ലേ, 5 പേര് കൂടെ ഒരുമിച്ച് കല്യാണം കഴിച്ചത്. അയ്യോ നാടകം. അയ്യോ ഇംഗ്ലീഷ് അങ്ങോട്ട് ക്ലിയർ തുങ്കടി. ഓ ഇതൊക്കെ നമ്മൾ വായിച്ചോണ്ടിരിക്കുന്നെന്തിന്. അയ്യോ നല്ല ചേട്ടൻ. മോളെ ചെല്ലു ചെല്ലു ചെല്ലു. അയ്യോ സുഖല്ലേ? അയ്യോ കഴിഞ്ഞ തവണ എനിക്ക് സെലക്ട് ചെയ്തെന്ന സാരിയില്ലേ, ഓഫീസിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കൺഗ്രാറ്റ്സ്. ഇത്തവണ ഒത്തിരി സാരി എടുത്തരണേ. സാരി ഈ സാരി കുത്തുന്ന ഇത് എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, കഴിഞ്ഞ 2-3 പ്രാവശ്യം വന്നപ്പോ തൊട്ടേ കണ്ടപ്പോ മുതൽ എന്തോ ഒരു എന്താ പറയാ അട്രാക്ഷൻ. എനിക്കും ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കണേ, നമുക്ക് താഴത്തോട്ട് പോകാം. വാ വാ വന്നേ. വേണ്ട വേണ്ട. അയ്യടാ. എന്താ മാഡം സെലക്ഷൻ ഇഷ്ടായില്ലേ? സെലക്ഷൻ എല്ലാം കൊള്ളാം, പക്ഷേ എനിക്ക് ആരാ ഒന്ന് സെലക്ട് ചെയ്ത് തരുന്നേ? മാഡത്തിന് ഞാൻ സെലക്ട് ചെയ്ത് തന്നാലോ? അതിന് സാറിന് സാരി സെലക്ട് ചെയ്യാൻ അറിയോ? ഞാനും ഒന്ന് കെട്ടിയതാണ് മാഡം. ഓ കണ്ടാലൊന്ന് തോന്നില്ല കേട്ടോ. എന്നാ എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരുമോ? ഒന്നെടുത്ത് താന്നേ. വരൂ. നല്ല പച്ച ഷർട്ടാട്ടോ. പ്ലീസ് വരൂ മാഡം. ഓ ശരി. അതല്ല മോളില് അവിടെ അതന്നെ ആ ചുമപ്പ കുത്തൽ ഇങ്ങോട്ടിട്ടേക്ക്. ഇത് മാഡം അതെല്ലാവരും പറയും, ഏത് സാരി എടുത്താലും ഞാൻ സുന്ദരിയാന്ന്. അയ്യോ നല്ല സാരി. അതും കൂടെ ഒരു പച്ച ഷർട്ടും. ഹലോ ഒരു ഫോണേ ഒന്ന് സംസാരിക്കട്ടെ കേട്ടാ. ഹലോ അതെ. നല്ല കളറല്ലേ? എന്താണെന്നറിയില്ല, ആദ്യമായി കണ്ടപ്പോ തന്നെ എനിക്ക് വല്ലാതെ അതേ അവസ്ഥയായിരുന്നു മാഡം എനിക്കും. മാഡത്തിന്റെ വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വീട്ടിൽ തനിച്ചിരിക്കുമ്പോഴേ എനിക്ക് എപ്പോഴെപ്പോഴും കാണും തോന്നുന്നേ. എനിക്കൊരു ഫോട്ടോ തരുമോ? അയ്യോ മാഡം എന്റെ കയ്യിൽ ഫോട്ടോ ഒന്നും ഇരിക്കുന്നില്ലോ മാഡം. ഇല്ലേ? ഇല്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇതേ എന്റെ ഫോട്ടോയാ. ഇയാൾക്ക് എന്നെ കാണും തോന്നുമ്പോഴേ ഈ ഫോട്ടോ നോക്കിയാ മതി. ആ പേഴ്സും കൂടി ഞാൻ വെച്ച് തരാന്നേ. അതല്ലേ അതിന്റെ ശരി. ആ പേഴ്സും കൂട്ടി താന്നേ. ആരെങ്കിലും കാണുന്നുണ്ടോ നോക്ക്. നോക്കുന്നേ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. നോക്ക് നോക്ക് നോക്ക്, ഞാൻ ഇവിടെ എന്തായാലും നോക്കും. അയ്യോ 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 ആരെങ്കിലും ഓടി വരണേ. എന്റെ പേഴ്സ് അല്ല, ഇത് എന്റെ പേഴ്സാ. അയ്യോ ഇത് കണ്ട എന്റെ പേഴ്സാ മോഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ സാധനം വാങ്ങാൻ. അയ്യോ കള്ളനാ. ഇയാളുടെ കയ്യിൽ ഇത് എന്റെ പേഴ്സാണ്. അവന്റെ ഇരിക്കുന്നതിന് എന്താ തെളിവ്? കണ്ട, ഇത് എന്റെ ഫോട്ടോയാ. 3000 രൂപയും ചില്ലറയുണ്ട്. ഇതെന്റെയാ. സോറി മാഡം. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ എന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രം പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുവരുത്തു. പോടാ പോടാ പോ. നിന്നെ കാണിച്ചേരടി. ക്ഷമിക്കണം, അവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ മാത്രം നോക്കിയാ പോരാ, ഇവിടുത്തെ സ്റ്റാഫുകളെ ഒന്ന് നോക്കണേ. നല്ല പച്ചക്കിട്ട് പോട്ടേട്ടാ, ഒന്ന് മാറി. എന്റെ ആശാന ഇന്നെങ്കിലും തങ്കത്തിന് കിട്ടുവോ? കിട്ടിയാൽ തനി തങ്കമാടാ. 10 മാറ്റ് തങ്കം. ഓ പിന്നെ തങ്കം, എന്റെ തങ്കം, തങ്കം.
ആശാനോ? ആശാനെന്താ ഈ വഴി? എന്റെ തങ്കം നിന്നെ തിരക്കി എവിടെയെല്ലാം പോയി. നിന്നെ തപ്പി അയ്യോ, ഇതെന്താ? ഞാനല്ല. ആള് ഞാനല്ല. എനിക്കറിയാൻ പാടില്ല. ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നിങ്ങളെല്ലാം ഒരു ടീമാണല്ലേ? അയ്യോ എന്റെ പൊന്നി ചേട്ടാ, വീണ്ടും ഒരു ശക്തമായ ടീം ഉണ്ടാക്കി ഈ തങ്കത്തിനെ അതിനകത്തേക്ക് കൂട്ടാൻ വേണ്ടി വന്നല്ലേ ഞങ്ങള്. ഇവന്മാരെല്ലാം ഒരു ടീമാ. അടിച്ച് നേരത്തടാ ഇവന്മാരെ. വിട്ടാ പറ്റില്ല പോലെ. ആശാനെ എന്ത് പറ്റിയതാണ് ആശാനെ? അയ്യോ ഒന്നും മനസ്സിലായില്ല. ആശാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നു? ഞാൻ ബുക്ക് ചെയ്യാൻ വന്നതാ. ഇടിയാ? അല്ല നിന്നെ ബുക്ക് ചെയ്യാൻ വന്നതല്ലേ. ഉർവശി തിയേറ്റേഴ്സ് വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ പോകുമല്ലേ. ആശാനിപ്പോ ആദ്യം താഴേന്ന് ഉയർത്തെഴുന്നേക്കാൻ നോക്ക്. നിനക്കും കിട്ടിയല്ലേ? എന്തിനാടാ? ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ജീവ നീ പോയി ആദ്യം ഒരു ഓട്ടോ. അതെ അതെ. എന്താ സ്വപ്നമോടെ ഇത്? റിഹേഴ്സൽ തുടങ്ങിയിട്ട് എത്ര നേരായി? എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. അത് മതി. സ്വപ്ന കുഞ്ഞ് ദേഷ്യത്തിലാണല്ലോ. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഞാനായിരുന്നല്ലോ ആശാന്റെ നാടകത്തിലെ നായിക. ഇപ്പോ ഇന്നലെ വന്ന ആ മീരയെ കണ്ടപ്പോ അവളായി നായിക. എന്റെ സ്വപ്ന കുഞ്ഞ്, അന്ന് നീ ഒരു ബാലതാരമായിരുന്നു. കുട്ടികളുടെ കഥാപാത്രങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടന്റ്. അയ്യോ ഇന്ന് നീ ഒരു ഷമ്മീസ് ഇട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി നിൽക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച. ഇവളാര്? നിത്യഹരിത നായികയോ? അയ്യോ അയ്യോ. 1 2 3 സ്റ്റാർട്ട്. ഇതാണോ കൊച്ചെ ഞാൻ പഠിപ്പിച്ച ഡാൻസ്? ഇതുവല്ലാണോ ഞാൻ പഠിപ്പിച്ചത്? ഡാൻസ് കളിക്കുമ്പോ മുഖത്ത് ഭാവങ്ങളൊക്കെ വിരിയണം, എന്നാലേ ഡാൻസ് ആവുള്ളൂ. മാറിക്ക്, ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ കാണിച്ചു തരാം ഡാൻസ്. ഇതാണോ നൃത്തം? മാഷിനെങ്കിലും അല്പെങ്കിലും ബോധമില്ലോ? ഇവിടെ കാണിക്കുന്ന മുദ്രകളെല്ലാം ശരിയാണോ? മാഷ് എന്നെ പറ. ശരിയാണ്. ഓഹോ, കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണം, കയ്യെത്തുന്നിടത്ത് മനസ്സെത്തണം. എന്റെ കണ്ണും കയ്യെത്തുന്നോടത്ത് മാറിയുന്നു. എന്താ ഇവിടെ? എന്താ ഇവിടെ? എന്താ പ്രശ്നം? ഏതാ കുട്ടി? ഇവിടുത്തെ ആർട്ടിസ്റ്റ് എന്താ പ്രശ്നം? മീര കാണിക്കുന്ന മുദ്രകളൊന്നും ശരിയല്ല. ഞാൻ അതൊക്കെ തുറന്നു പറഞ്ഞു, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ നായികയാവാൻ എന്ത് യോഗ്യതയായി കുട്ടികളത്? സ്വപ്നേ, ആകെ കൊളമായി. ആ കുട്ടി ബാലേട്ടന്റെ നാടകങ്ങളിലെ സ്ഥിരം നായികയായിരുന്നു. പെട്ടെന്ന് നായിക സ്ഥാനം നഷ്ടപ്പെട്ട ദേഷ്യത്തിലാ ആ കുട്ടി എങ്ങനെയൊക്കെ പറഞ്ഞത്. കുഴപ്പമില്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോ വിട്ട് കളമീരാ. ദേ നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാ. ഇയാളാ കണ്ണൊക്കെ തുടച്ചിങ് വന്നേ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വാ. ജീവ, എന്താ മീര? എന്റെ വീട്ടിലെ അവസ്ഥ ജീവൻ കണ്ടതാണല്ലോ. അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അമ്മയുടെ സ്വഭാവമാണെങ്കിൽ എങ്ങനെയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ ട്രൂപ്പിൽ ചേർന്നത്. അതിവിടെ കിട്ടിയില്ലെങ്കിൽ എന്നെ പിന്നെ നോക്കണ്ട. എല്ലാവരും കാര്യം ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത് മനസമാധാനത്തോടുള്ള ഒരു ജീവിതവും. ആ സമയം ഒരുപാടായി, വാ നമുക്ക് റിഹേഴ്സൽ നോക്കാം. കുറെ കാലമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്നോട് കളിച്ചാ തിരിച്ച് ഞാനും കളിക്കുവേ. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്ക് വേണ്ടതൊക്കെ കൃത്യമായും കൃത്യസമയത്തും ഞാൻ തരാറില്ലേ? ഇല്ലെന്ന് എന്ത് ചോദിച്ചാലും എല്ലാരും മിണ്ടാതിരിക്കും. ഈശ്വരന്മാരെ, എന്നോട് പൊറുക്കണം. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ.
ഇനിയെങ്കിലും ഈ സമിതിയെ ഒന്ന് പച്ച പിടിപ്പിച്ചു തരണം. ദേ നാളെ തട്ടേ കയറാൻ പോവുക. ഒരുപാട് ബുക്കിങ്ങുകൾ തന്ന് എന്നെ സഹായിക്കണം. ഈശ്വരാ, ബുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ബുക്കിങ്ങുകാരായിരിക്കും. അയ്യോ, എന്റെ ചിരി ഉണ്ടപ്പോ ബാലേട്ടന്റെ ചിരി പോയി. ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് കാലങ്ങളായി തോമാച്ച. ആ ഒന്നും ഞാൻ മറന്നിട്ടില്ല തോമാച്ച. ഞാനും ഒന്നും മറന്നിട്ടില്ല. നാടകസമിതി കൊണ്ട് പച്ച പിടിച്ചിട്ടില്ല തോമാച്ച. അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറയാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. തന്നെ ബാലേട്ടാ, മുതലും പലിശയായിട്ട് എത്രയാ തരാനുള്ളതെന്ന് വല്ല ബോധമുണ്ടോ? അതെ, എത്രയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. അത് കേട്ടാലേ ബാലേട്ട ഇപ്പൊ ബോധം കെട്ടി വീഴും. തോമാച്ച സഹകരിക്കണം. ഇതേ നാടക നടിമാരോട് പറയുന്ന ഡയലോഗുകളൊന്നും എന്നോട് അല്ലേ? നോക്കണം, ഞാൻ എത്രക്കാരനൊന്നും അല്ല. അതല്ല, പിന്നെ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാ ഞാൻ ഇനിയും കാശ് അങ്ങോട്ട് വന്നോണ്ടിരിക്കണം അല്ലയോ? അയ്യോ അങ്ങനെയല്ല, തോമാച്ചനെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഒരിളവ് ചെയ്തു തരണം. സീസൺ പകുതിയാകുന്നതിന് മുമ്പ് കാശ് മുഴുവൻ ഞാൻ തന്നു തീർക്കാം. ഞാൻ വർത്താനം ഒന്നും എന്നോട് പറയല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കിരുന്ന് മടുത്തു. ഫൈനൽ റിസൾട്ട്സ് ആയിട്ടും ആരും കാണുന്നില്ലല്ലോ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. ബാലയില് ഹനുമാൻ വേഷം അഭിനയിക്കാൻ വന്ന ആളല്ലേ? അയ്യോ, ഇത് അയാളല്ല, എന്റെ ഒരു സുഹൃത്താ. സോറി. സോറിയുടെയും കീറിയുടെ കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ബാലേട്ടനൊരു കലാകാരനായ സ്ഥിതിക്ക് പോലീസ് പക്ഷേ മുതല് കിട്ടണം. തരാൻ തോമാച്ച, സീസൺ ഒന്ന് പകുതി ആയിക്കോട്ടെ. അയ്യോ, സമയമൊന്നുമില്ല. അത്ര തിരക്കുള്ള ഞാനിപ്പോ എന്ത് ചെയ്യണം തോമാച്ച? ബാലേട്ട ഇപ്പൊ ഒന്നും പറയണ്ട. ചെയ്യേണ്ടെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ അറിയാം. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്. ഈ പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കേ എന്റെ കാശ് കിട്ടുന്നത് വരെ ഇവിടെ തന്നെ തങ്ങാനങ്ങ് തീരുമാനിച്ചു. ആ എന്തുവാ ഈ ആലോചിക്കുന്നേ? ഏയ്, എനിക്ക് സന്തോഷമുള്ളൊരു കാര്യല്ലേ അത്. തോമാച്ചനെ പോലെയുള്ള ഒരാള് കൂട്ടിനുള്ളത് എനിക്കൊരു വെയിറ്റ് അല്ലേ. ഏതായാലും ഒന്ന് കുളിക്കണം. കുളിക്കണേക്ക് കൊള്ളാം, എന്നെ കുളിപ്പിച്ച് കളത്തരുത്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് മീര. ഇപ്പോ മീരയുടെ പ്രശ്നങ്ങൾ മീര പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ എനിക്കും ഉണ്ട് മറക്കാനാവാത്തൊരു ഭൂതകാലം. എന്താ ജീവേട്ടന്റെ പ്രശ്നം? അയ്യോ, ദേ ബാലേട്ടൻ വരുന്നു. വാ, നമുക്ക് റിഹേഴ്സൽ നോക്കാം. അറ്റം കാണാത്ത മരുഭൂമിയിൽ ഒരിറ്റ് ദാഹജലത്തിനായി കേഴുന്ന ഒരു വെള്ളമ്പലാണ് മൈഥിലി നിന്റെ ഈ രാജേട്ടൻ. രാജേട്ടൻ ഇത്തിരി ദാഹജലം പകർന്നു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെന്തിനൊരു പക്ഷേ? ഞാൻ എവിടെയെല്ലാം തപ്പിയെന്നോ? നിങ്ങളെങ്കിലും പോർഷൻ പിടിക്കാൻ ഇവിടെ വന്നിരുന്നല്ലോ. ഇത്ര നേരം എല്ലാവരും കാത്തു. ഇന്ന് ഫൈനലല്ലേ? ഞാനും മീരയും കൂടി ഞങ്ങളുടെ സീൻ റിഹേഴ്സൽ ചെയ്യാന്ന് വെച്ചു. ഇവിടെ ആവുമ്പോ നല്ല കാറ്റും വിളിച്ചുണ്ടാവുമല്ലോ. ആ, അതേതായാലും നന്നായി. ഞാൻ വന്നതേ വേറൊരു കാര്യം പറയാനാ. നീ വന്നേ. എന്താ ബാലേട്ട പ്രശ്നം? ഞാനൊരു ബ്ലേഡുകാരൻ തോമാച്ചനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ആ, ഉണ്ടാക്കും. അയാൾ വന്ന് വീട്ടിലിരിപ്പുണ്ട്. എത്ര ദിവസം കഴിഞ്ഞാലും കാശ് കിട്ടിയിട്ടേ പോകൂന്ന്. എന്റെ കയ്യിലെ കാശ് മുഴുവനും ഞാൻ ഈ ട്രൂപ്പിന് വേണ്ടി മുടക്കി കഴിഞ്ഞു. ഓഹോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വഴിയുണ്ട്. അയാളെ പുകച്ച് പുറത്തു ചാടിക്കണം. എടാ, അതിനു മാത്രം പുക എങ്ങനെ ഉണ്ടാക്കും? തന്നെയല്ല, അയാളെങ്ങാനും ശ്വാസം മുട്ടി ചത്തുപോയാലോ? അയ്യോ, അതല്ല. ബാലേട്ടനിങ് വന്നേ, ഞാൻ പറഞ്ഞു തരാം. നീരേ വാ. ഇന്നത്തെ റിഹേഴ്സലും കഴിഞ്ഞു. ഇനി തോമാച്ചനാ പ്രശ്നം. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലേട്ടാ?
രാത്രി കൃത്യം 10 മണിയാകുമ്പോ തോമാച്ചൻ ഉറങ്ങാൻ കിടക്കും. മോളുണ്ടോ? ആഹാ, നീ സ്മോളടി തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുടിച്ചതിന്റെ ബാക്കി ഒരു അല്പം ഇരിപ്പുണ്ട്, എടുത്തോണ്ട്. അതല്ല ബാലേട്ട ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ തോമാച്ചായ സ്മോളടിക്കുമെന്ന്. പുള്ളിക്കാരൻ അത്രക്കാരനല്ല. ഹാൻസ് കള്ള് ഇതൊക്കെ പുള്ളിക്കാരൻ ഉപേക്ഷിച്ചിട്ട് കാലം കുറയായി. കഞ്ചാവ് മതി, അപ്പ കാര്യങ്ങൾ എളുപ്പമായി. ഇന്ന് രാത്രി തോമാച്ചായൻ കഞ്ചാവ് അടിച്ചു കിടന്നുറങ്ങുമ്പോൾ മീര യക്ഷിയുടെ രൂപത്തിൽ തോമാച്ചായന്റെ മുറിയിലേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങി. യക്ഷിയുടെ വേഷം മീരയ്ക്ക് യോജിക്കുകയില്ല. എന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ മേക്കപ്പ് ഇടാതെ ചുമ്മാ നിർത്തി കൊടുത്താൽ മതി, ആരും ബോധം കേട്ട് താഴെ വീഴും. പിന്നെ പിണങ്ങിപ്പോയ ഭാര്യ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വരില്ലല്ലോ. അതില്ല എങ്കിൽ ഇന്ന് രാത്രി മീര യക്ഷിയായി മാറുന്നു, തോമാച്ചായനെ ഓടിക്കുന്നു. മിടുക്കൻ. ഓക്കെ ജീവൻ. മിണ്ടരുത്. ഞാൻ വടയക്ഷി. എത്ര വട വേണമെന്ന് ഞാൻ വാങ്ങിച്ചു തരാം, ഒന്നും ചെയ്യരുത്. എനിക്ക് നിന്റെ രക്തം വേണം, എനിക്ക് ദാഹിക്കുന്നു. എന്റെ രക്തം കുടിച്ചാൽ നിന്റെ ദാഹം തീരത്തില്ല. എനിക്ക് രക്തക്കുറവുള്ളതാ, ഒരാൾക്ക് ഡയബറ്റിക്കും മതിരിക്കും. എങ്കിൽ നാളെ രാവിലെ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ രാത്രിയും ഞാൻ വരും. എന്റെ തനി സ്വരൂപം നീ കാണും. എന്റെ ഐഡിയ ഏറ്റിട്ടുണ്ടാവും ബാലേട്ടാ. എന്താ സംശയം? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ തോമാച്ചൻ ഒരു നിമിഷം ഇവിടെ നിൽക്കുക. എഴുന്നേറ്റ് വരുന്നുണ്ട്. പണി ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. തോമാച്ച അടുക്കള കട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട്, സുഖശോധനയ്ക്ക് നല്ലതാ. അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ എന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അയ്യേ, അവിടെയെല്ലാം നാറ്റിച്ചിട്ടുണ്ടായിരിക്കും. എന്താ തോമാച്ചായന്റെ മുഖത്തൊരു വല്ലായിക? അയ്യോ, മുഖമാകെ കരുവാളിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി? ഉറക്കം സുഖായില്ലേ? ബാലേട്ടാ, ഇവിടെ വല്ല ദുർമരണവും സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടോന്നോ? ഞാൻ ഈ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തോ പ്രായം വരും? ഒരു 10-20 വയസ്സ് കാണും. ഇന്നലെ രാത്രി ഞാൻ അവളെ കണ്ടു. ഒരു ഭീകര രൂപം, പല്ലും നഖങ്ങളുമായി അവൾ എന്റെ നേരെ വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം, അല്ലെങ്കിലേ അവളുടെ തനി സ്വരൂപം കാണിക്കുമെന്ന്. അയ്യോ, അവൾ അങ്ങനെ പറഞ്ഞു. എങ്കിൽ തോമാച്ചായൻ എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടുന്നതാ ബുദ്ധി. അയ്യോ, ഞാനും ആ യക്ഷിയെ കണ്ടിട്ടുണ്ട്. ഓഹോ, അപ്പൊ ആ യക്ഷി എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് യക്ഷി ചോളപ്പൊരി നിന്നുകൊണ്ട് നടക്കുകയായിരുന്നു. എന്തായാലും തോമാച്ചനോട് യക്ഷി പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് തോമാച്ചൻ പോണം, ഇല്ലെങ്കിൽ ആ യക്ഷി ചോര കുടിക്കും. തോമാച്ചന്റെ പൈസ ഞാൻ അവിടെ എത്തിച്ചോളാം. തോമാച്ചൻ എന്ത് പറയുന്നു? എന്തായാലും ഞാൻ പോകുന്നില്ല. ആ, അവൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ അവളുടെ തനി സ്വരൂപം കാണിക്കുവന്ന. എന്താണേലും അത് കണ്ടിട്ടേ ഞാൻ എന്റെ കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് ഇതെങ്കിലും ഒന്ന് സാധിക്കട്ടെന്ന്. പിന്നെ ബ്ലേഡുകാരനാണെങ്കിലും ഞാൻ ഒരു ലോലകൃതയനാണ്. അതുകൊണ്ടാണല്ലോ ഈ ബാലേട്ടന്റെ വലിയ പലിശ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ മുതലും കൊണ്ടുപോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്.
തോമാച്ചാൻ ഇപ്പൊ എത്ര വയസ്സായി? അതെ, ആ. 20. ഏ? 20 വയസ്സ് കഴിഞ്ഞിട്ട് 35 കൊല്ലമായെന്ന്. ആ. അല്ല, ഈ ബ്ലേഡ് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് തോമാച്ചാൻ എന്തായിരുന്നു പണി? ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നു. മീരയ്ക്കറിയോ 1973-ലാണോ 74-ലാണോ അതെപ്പോഴെങ്കിലും ആവട്ടെ, ആ. കഥ പറ. അന്നാണ് ഈ ഇന്ത്യ പാക് വാർ. അങ്ങ് പടിഞ്ഞാറേ അതിർത്തിയിൽ കാവല് നിന്നിരുന്ന എന്റെ നേർക്ക് നിറതോക്ക് ചൂണ്ടിയ 5 പട്ടാളക്കാര്, 5 soldiers. ഞാൻ നോക്കിയപ്പോ ഇതേ എന്റെ നേർക്കൊരു വെടി. ഞാൻ മാറുന്നു, വെടി പോകുന്നു. ഞാൻ മാറുന്നു, വെടി പോകുന്നു. അയ്യോ, ഇത്ര ഉശിരുള്ള പട്ടാളക്കാരനാണോ താഴെ വീണത്? ഇത്രയും ഉശിരുള്ളൊരു വെടി വന്ന ഏത് പട്ടാളക്കാരനും വീഴും, താഴെ പോകും. തോമാച്ചാൻ എന്തെങ്കിലും പറ്റിയോ? പിന്നെ എന്താന്ന് വെച്ചാ ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ ഞാൻ കാര്യം ചോദിക്കാനാണ് ഇങ്ങനെ. എന്താ തോമാച്ചായ? നീ വെറും മീരയല്ല, മീര ജാസ്മിനാക്കും. വൈകാതെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യും. ഞാനൊരു മീര ജാസ്മിനാക്കും. സത്യാണോ തോമാച്ചായ? അതാ മീരെ വന്നേ, വാ നമുക്ക് റിഹേഴ്സൽ നോക്കാം. കൊണ്ടുവയ്ക്കോ. എന്നായാലും അവൾ എൻ്റെ അടുത്ത് തന്നെ വരും. നിന്നെ ഞാൻ മഞ്ജു വാര്യരാക്കാമേ. തോമാച്ചായ, നിങ്ങൾക്കില്ലേ അമ്മയും പെങ്ങന്മാരൊന്നും? ഉണ്ടല്ലോ, ഒരു അമ്മയോ 2 പെങ്ങന്മാരും. എന്താ ചോദിച്ചേ? പിന്നെ ഭാര്യ ഇല്ല. മോനെ ഒഴിവാക്കാൻ നോക്കണ്ട. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഈ മുതലും കൊണ്ടേ ഞാൻ പോകൂ. മാരേട്ടാ. അല്ല, ഇതാര് തോമാച്ചനോ? അല്ല, മാരേട്ടനെ എത്ര മുതൽ തരാണ്ടെന്നാ പറഞ്ഞേ? 50,000 രൂപ. ഞാൻ തോമാച്ചനോട് പറഞ്ഞില്ലേ സീസൺ തീരുന്നതിന് മുമ്പ് ഞാനത് തരാമെന്ന്. ആവശ്യമൊന്നുമില്ല, എന്റെ മുതൽ ഞാനിങ്ങെടുത്തു. ബാക്കി 5000 രൂപ. അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നും ഇല്ല. രമണി ഇങ്ങ വാ. വാ. എന്നെ പോലെ നടന്നു വരുന്നുണ്ടോ? ഇതാണ് ഞാനെടുത്ത മുതല്. പിന്നെ പൊക്കത്തിൽ അല്പ കുറവാണെങ്കിലും 50,000 മുതലാ. അതുകൊണ്ട് 5000 തിരിച്ചു തന്നത്. എന്നാ പിന്നെ ഞങ്ങള് അങ്ങോട്ട് കാലി തട്ടി തൊഴ. ആശാനെ, എന്നെ ആശീർവദിക്കണേ. ജീവൻ എന്തു പറ്റി വാലേട്ടാ? തോമാച്ചൻ മുതലും കൊണ്ട് പോകുന്ന പോക്ക് കണ്ടോ? മുതലും കൊണ്ട് തോമാച്ചൻ പോകുമെന്ന് പറഞ്ഞപ്പോ അത് ഈ മുതലാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി പലിശ വാങ്ങിക്കാൻ അയാൾ വരുമായിരിക്കുവോ? ഓട്ടെ വാലേട്ടാ. നമുക്ക് നാളെ തന്നെ മറ്റൊരു നടിയെ പൊക്കാം. എന്നാലും എന്റെ രമണി, എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്ത് കളഞ്ഞല്ലോ മോളെ. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മോഹൻ ബാലേട്ടൻ ഉണ്ടായിരുന്നല്ലേ? പറട്ടെ, നാടകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഓ എല്ലാരും പോയി റിഹേഴ്സൽ നോക്ക്. എന്താണ് നിന്നോട് ഞാൻ എടുത്തു പറയണോ? കാര്യം തോമാച്ചൻ ചതിയ കാണിച്ചെങ്കിലും പുതിയ നടിയെ തപ്പാനുള്ള കാശ് തന്നിട്ടാ പോയത്. മിടുക്കൻ. ഓ, ആ, എത്തിയാ?
ഓ എത്തിയേ. ഓ പച്ചക്കറിയുടെ വില കേട്ടാൽ പച്ച തെറി പറയാൻ തോന്നും. ആട്ടെ, എന്തായി റിഹേഴ്സലിന്റെ കാര്യമൊക്കെ? റിഹേഴ്സലിന്റെ കാര്യം ഒരു ഇതൊക്കെ ആയി. മേക്കപ്പിന്റെ കാര്യം എന്തായി? ആരേലും കിട്ടിയാച്ചാനെ? ഒരുപാട് പേരെ വിളിച്ചിടൂ. നാടകത്തിനകത്ത് വന്ന് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഓ, അവനൊക്കെ സിനിമയിലും സീരിയലുമാണ് നോട്ടം. പണ്ട് എന്റെ നാടകങ്ങളിൽ മേക്കപ്പ് മാനായിട്ടിരുന്ന ഒരുത്തനുണ്ട്. ഇപ്പൊ സിനിമയിലെ മേക്കപ്പ് മാനായിട്ട് അങ്ങ് കൊമ്പത്താണെന്നാണ് കേൾവി. വിളിച്ച വരൂന്നറിയാൻ മേല. ആരാത്? ഒരറുമുഖൻ, അറുമുഖൻ കറുകുറ്റി. അയോധ്യയിലെ അന്തപ്പുരകളിൽ കഴിയുന്ന കുറെ അംഗനമാരല്ല ഭാരത ജനം. കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികൾക്കുള്ളിൽ ചെവിയടക്കം പറയുന്ന ചേടികളുമല്ല ജനം. സീതയുടെ സത്യം സീതയ്ക്കും സ്വജനങ്ങൾക്കും അറിയാം. അയോധ്യയിലെ ജനങ്ങളത് അംഗീകരിക്കണമെന്നില്ല. എങ്ങനെ? ഉഷാറായാച്ചാനെ. How are you, Baleta? എടാ അറുമുഖ, നീ ആളാകെ മാറിപ്പോയില്ലോടാ. No, Armugan. I am Aramgan. അതാണ് എന്റെ നെയിം. You know? നിന്റെ അപ്പൻ ഇപ്പോഴും ആ സുപ്രം തന്നെയല്ലേ? അയ്യോ, ഞാൻ ഈ ലോക്കൽ വർക്കുകളൊന്നും എടുക്കാറില്ല. സിനിമയിൽ തന്നെ നിന്ന് തിരിയാൻ നേരമില്ല. പിന്നെ ബാലേട്ടൻ വിളിച്ചതിന് മാത്രമാണ് ഞാൻ വന്നത്. ഓക്കെ ഞാനേട്ടോ, ഇവരൊക്കെ ആരാ? ഇവരെല്ലാം എന്റെ അസിസ്റ്റന്റേഴ്സ് ആണ്. എവിടെയാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ വിത്ത് ഫുഡ്? അറുമുഖ അല്ല, ആറംഖാനെ, ഇത് സിനിമയൊന്നുമല്ല, ഒരു കുഞ്ഞു നാടക ട്രൂപ്പാ. പണ്ട് നീ കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരുന്ന നാടക ട്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ വേഗം അഡ്വാൻസ് എടുത്തോ. അഡ്വാൻസാ? എന്താ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ലേ? അഡ്വാൻസ് തരുന്ന പ്രശ്നമില്ല. ഓരോരോ നാടകം കഴിയുമ്പോഴും പേയ്മെന്റ് തീർത്തങ്ങ് തരും. അത് പറ്റില്ല, അഡ്വാൻസ് കിട്ടിയേ പറ്റൂ. അഡ്വാൻസ് തരുന്ന പ്രശ്നമില്ല. അഡ്വാൻസ് കിട്ടിയാലേ നീ വർക്ക് ചെയ്യൂ. അതെ അതെ അതെ, അഡ്വാൻസ് തരുന്ന പ്രശ്നമില്ല. ആ, നമുക്ക് വേറെ ആളെ നോക്കാൻ ജീവ. ഇവൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് വന്നേ. അതെ, എന്റെ പൊന്നാശാനെ കൈ വെടിയരുത്. കാറുകാരന് വാടക കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കാശ് കിട്ടിയേ പറ്റൂ. അപ്പൊ ഈ കാറ് സ്വന്തം അല്ലേ? അല്ല, ടാക്സിക്ക് കാശ് ഞാൻ തരാം. ആണാ? പക്ഷെ ഒരു കാര്യം, ഈ കൂട്ടത്തിൽ വന്ന അസിസ്റ്റന്റുമാരെ ഇവിടെ വേണ്ട. എന്ത് നടക്കില്ലെങ്കിൽ വേണ്ട, വന്ന കാറിന് തിരിച്ചു പൊക്കോ. അതുകൊണ്ടല്ല, അവരെന്റെ അസിസ്റ്റന്റേഴ്സ് അല്ല. പിന്നെ ഞാൻ കാശ് കൊടുക്കാനുള്ള ആളുകളുടെ ശിങ്കടികളാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുങ്ങാതിരിക്കാൻ വേണ്ടി എന്റെ പിന്നാലെ പറഞ്ഞു വിട്ടേക്കണതാണ് അവരെ. എന്ത് ചെയ്യാ, എന്നെ സഹായിക്കണം. ഓഹോ, നിന്നെ മാത്രല്ല അവരെ ഞങ്ങൾ സഹിക്കണം. ഒരു കാര്യം ചെയ്യാം, കാറ് കാശ് ഞാൻ തരാം. ആറംഖാനും കൂട്ടരും വിട്ടുവെക്കോ, ഞാൻ വേറെ ആളെ അന്വേഷിച്ചോളാം. അതിന്റെ പൊന്നു ബാലേട്ട് അങ്ങനെ പറയരുത്. ഒരു പണിയില്ലാണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആദ്യം നിന്റെ കയ്യിലിരിപ്പ് നന്നാക്ക്, എന്നാ നിനക്ക് വർക്കുകൾ കിട്ടും. എന്റെ പൊന്നു ബാലേട്ട, ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പം ജാടയൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ പഴയ ബാലേട്ടനാകും. ഓക്കേ ഓക്കെ ഓക്കെ. അപ്പൊ അഡ്വാൻസ് തന്നേക്ക്. ജീവ, 1000 രൂപ കൊടുക്കാം. എടുത്തോ എടുത്തോ എടുത്തോ. അത് പൈസ കൂടുതലുണ്ടത്. കൂടുതലൊന്നുമില്ല, അതും മേടിച്ച. അപ്പൊ കാറ് കാശ് എത്രയാണെന്നാ പറഞ്ഞ സഹോദര? എന്നാ പിടിച്ചോ. സാർ, ഒരു മിനിറ്റ്, ഒന്നിങ്ങി വന്നേ. നിങ്ങളെ തന്നെ. എന്നാണോ? ഒരു മിനിറ്റ് പ്ലീസ്. വാ. എന്താ കാര്യം? ഇപ്പൊ ഞങ്ങള് പോവുക. ഇടക്കിടക്ക് വരും. വരുമ്പോഴൊക്കെ നിന്നെ ഇവിടെ കാണണം. മുങ്ങാ നോക്കിയ ഒന്ന് കളയും. വേണ്ടി വരൂല. എന്നാ പിടി. ഭയങ്കര ഗ്യാസ്. എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നി തുടങ്ങിയത്
ജീവനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ്. പക്ഷേ എന്റെ ജീവിതത്തിന് ഇപ്പോഴും യാതൊരു അർത്ഥവുമില്ല മീര. ആരേട്ടനോടും മീരനോടൊക്കെ പലവട്ടം ഞാൻ പറയണമെന്ന് കരുതിയതാ. പക്ഷേ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. എന്താ ജീവൻ, പറ എന്താണ്? ഞാൻ എവിടെ പോയാലും ഒരു നിഴല് പോലെ പോലീസ് എന്റെ പിന്നാലെയുണ്ട്. എന്നെ കണ്ടാൽ അവർ ഉടനടി പിടിക്കാനോടും. പോലീസ് മാത്രമല്ല, പലപ്പോഴായി പല സ്ഥലത്ത് വെച്ച് പല ഗുണ്ടകളും എന്നെ ആക്രമിച്ചിട്ടുണ്ട്. എന്തിന്? അതാണ് എനിക്കും അറിയേണ്ടത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മീര. ഇനി എന്ത് ചെയ്യും? എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാല്ലേ? അതെ, ആരോ വരുന്ന ശബ്ദം. ആരാ ഇവിടെ? ഇവളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഓ, പ്രേമത്തിന്റെ റിഹേഴ്സൽ ആയിരിക്കും. ഞാൻ വന്നപ്പോഴേ നോട്ടമിട്ടതാ. അവൾക്ക് എന്നോട് എന്തോ ഒരിതുണ്ടെന്ന്. കുട്ടി ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ ആണുമല്ലേ? മീര, ആദ്യത്തെ ദർശനത്തിൽ തന്നെ കുട്ടിയുടെ മനസ്സ് ഞാൻ കണ്ടു. ഞങ്ങൾ മേക്കപ്പ് മാൻമാരാണ്. മുഖത്താണല്ലോ വർക്ക്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ. എന്തിനധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നു? എനിക്ക് മീരയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. ഐ ലവ് യു. അപ്പൊ ഇതായിരുന്നല്ലടാ നിന്റെ ഉള്ളിലിരിപ്പ്. എന്നെ തല്ലിയ വിവരം അങ്ങനെ നീ ആശാനോട് പറഞ്ഞാലോടാ? എന്റെ പണി പോകൂടാ, പ്ലീസ്. ഒരു ഗാൻ. ബാലേട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ ബാലേട്ടാ. ഇതാ വരുന്നു. നാട് മുഴുവൻ ചുറ്റിയടിച്ചൊരു ചെറുകൂട്ടം, ഇത് കൂട് വിട്ട് കൂടുമാറും കൂട്ടം. നാട് മുഴുവൻ ചുറ്റിയടിച്ചൊരു ചെറുകൂട്ടം, ഇത് കൂട് വിട്ട് കൂടുമാറും കൂട്ടം. മറുകണ്ഠം ചാടി തെന്നി തെന്നി തമ്മിൽ തല്ലി മറിഞ്ഞു തിരിഞ്ഞു വന്നു കൂടിയ കൂട്ടം കൂട്ടം. പിടിച്ചതെല്ലാം പുലിവാലായൊരു കൂട്ടം കൂട്ടം. നാട് മുഴുവൻ ചുറ്റിയടിച്ചൊരു ചെറുകൂട്ടം, ഇത് കൂട് വിട്ട് കൂടുമാറും കൂട്ടം. കാലം നല്ലൊരു കാലം, കല്ലേറുന്നൊരു മേളം. കൂടെന്നവനാണോ പാറയാകും നാളെ, ആട്ടിലെ അമ്പിളി മാമന് വേണ്ടി തമ്മിൽ തല്ല്. കൂടെയുണ്ടൊരു പെണ്ണ്, മാമൻ നിന്നൊരു കോള്. കൂടെയുണ്ടൊരു പെണ്ണ്, ആ മാമൻ നിന്നൊരു കോള്. കണ്ണും കാതും ഇല്ലെന്നാലും വേണം പെണ്ണ്. കൈനീട്ടം വാങ്ങാനോ മടിയുള്ള ചങ്ങാതി, നാലാളെ കാണുമ്പോൾ നാട്ടിലെ രോമനയാകണ്ടേ. അക്കരെ കളിയാകും പൊല്ലാപ്പല്ലേ, അക്കരെ നിന്നാൽ ഇക്കരെയെല്ലാം ബല്ലേ ബല്ലേ. നാട് മുഴുവൻ ചുറ്റിയടിച്ചൊരു ചെറുകൂട്ടം, ഇത് കൂട് വിട്ട് കൂടുമാറും കൂട്ടം. ആചാരങ്ങൾ ഒരുക്കാം, എന്നും പൂക്കണി വെക്കാം. പെൻഷൻ പറ്റിയ വണ്ടി നീ ഷെഡിൽ കേറിയിരുന്നോ? അങ്ങനെ ഇങ്ങനെ എന്തായാലും കഷ്ടം കഷ്ടം. ചെമ്പരത്തിപ്പൂവ് ചെവിക്കു നല്ലൊരഴക്, ചെമ്പരത്തിപ്പൂവ് ചെവിക്കു നല്ലൊരഴക്. തിരകളും എണ്ണിക്കരയിലിരിക്കാൻ ഇഷ്ടം ഇഷ്ടം. ആരാണി കെങ്കേമൻ കോലോത്തി തമ്പ്രാനോ? ഗതികേടിനു കൈവച്ചോ തടിയാകെ കേടാകും. തക്കിട തരികിട തുഞ്ചത്താടും നഷ്ടം നഷ്ടം. കൂട്ടിയിണക്കിയൊരുക്കിയെടുത്താൽ ശിഷ്ടം ശിഷ്ടം. നാട് മുഴുവൻ ചുറ്റിയടിച്ചൊരു ചെറുകൂട്ടം, ഇത് കൂട് വിട്ട് കൂടുമാറും കൂട്ടം. നാട് മുഴുവൻ ചുറ്റിയടിച്ചൊരു ചെറുകൂട്ടം, ഇത് കൂട് വിട്ട് കൂടുമാറും കൂട്ടം.
ഇങ്ങോട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇങ്ങോട്ടാരും വന്നിട്ടില്ല സാർ. നിങ്ങളാരാ? ഞാൻ ഈ സമിതിയുടെ ഓണറാണ് സാർ. പേരെന്താ? ഉർവശി തിയേറ്റേഴ്സ്. തന്റെ പേരെന്താന്ന് ചോദിച്ചു. ആശാനോ? ആരുടെ ആശാൻ? താനല്ലേ ഇങ്ങോട്ട് ഓടിപ്പോയത്? അയ്യോ, ഞാൻ ഇങ്ങോട്ട് ഓടിയിട്ടേ ഇല്ല എന്റെ പൊന്ന് സാറേ, ഞാൻ ഓടിയിട്ടേ ഇല്ല. എവിടെയാണോ പ്രോഗ്രാം? തൃപ്രയാർ, കൊടുങ്ങല്ലൂര്. എടാ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിന് ഇപ്പഴല്ലേ തൃപ്രയാർ? തൃപ്രയാർ. നീ ഏതാടാ? ആർട്ടിസ്റ്റുകളാ. ശരി, മര്യാദക്കൊക്കെ പൊക്കോണം കേട്ടാ. ഓ എന്തോടാ ഇത്? ആ വേഗം വാ, സമയം പോയി. പിള്ളേരെ ആ കേറ് 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 കേറ്. നീ എന്തിനാ എസ്ഐയുടെ കാല് പിടിച്ചത്? നീ അല്ലല്ലോ ഓടി. അല്ല, പിന്നെന്തിനാണ് നീ എസ്ഐയുടെ കാല് പിടിച്ചത്? ആ എസ്ഐയുടെ നോട്ടം കണ്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് 2 കിട്ടുമെന്ന്. അപ്പൊ പിന്നെ കാല് പിടിക്കണതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. മിടുക്കൻ, മിടുമിടുക്കൻ. നീ ടോപ്പാടാ, ടോപ്പ് ടോപ്പ് കേറിക്കേ. ബാലേട്ടാ, ജീവേട്ടൻ വന്നിട്ടില്ല. ഇവൻ ഇതെവിടെ പോയി? ഛേ ജീവാ, എടാ ജീവാ. ഛേ ഇവൻ ഈ സമയമില്ലാത്ത സമയത്ത് എവിടെ പോയിരിക്ക ഇവൻ? ആശാന ദേ ജീവൻ. ജീവാ, എടാ ജീവാ, ജീവാ. എടാ ഈ സമയമില്ലാത്ത സമയത്ത് നീ എവിടെ പോയിരിക്കാ? വേഗം വന്ന് വണ്ടിയിലോട്ട് കയറ്. വാ വാ വാ. ജീവേട്ടനെ കാണാണ്ടായപ്പോ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. പോലീസുകാര് പുറകെണ്ടല്ലേ? ഇനി എവിടെ ഇറങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കില്ല. നീ തകർത്തല്ലോടാ ജീവൻ, നല്ല പെർഫോമൻസ്. അല്ല വീരെ, ഞാൻ ആലോചിക്കുക, ഈ സമയം കൊണ്ട് ഇവനെങ്ങനെ വേഷം മാറി? എന്താ ജീവേട്ടാ ഒന്നും മിണ്ടാത്തത്? എന്താ, എന്ത് പറ്റി പറ. കൊന്നുകളയും ഞാൻ. ജീവേട്ടാ, ഈ സ്ലൈഡ് ഒന്ന് കുത്തി തരുമോ? ജീവേട്ടാ, ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. ആ ചായക്കടയിൽ വെച്ച് പോലീസുകാർ വന്ന് പോയ പിന്നെ ജീവേട്ടന് വല്ലാത്തൊരു ചേഞ്ച്. എന്താ, പോലീസുകാർ ജീവേട്ടനെ കണ്ടോ? അവരെന്തെങ്കിലും ചെയ്തോ? മിണ്ടരുത്. മീരെ, അറുമുഖനെ കണ്ടോ? നാടകം തുടങ്ങാൻ സമയമായി. അയാൾ ഇവിടെ കാണുന്നില്ലെങ്കിൽ വേറെ എങ്ങും അന്വേഷിക്കണ്ട. അടുത്തുള്ള ഷാപ്പിൽ നോക്കിയാൽ മതി, അവിടെ ഉണ്ടാകും, ഉറപ്പാ. കർട്ടനെല്ലാം ശരിക്കും കിട്ടിയല്ലോ? എല്ലാം ശരിക്കും കിട്ടിയിട്ടുണ്ട്. ബാലേട്ട, കമ്മിറ്റിക്കാരൊന്ന് നാടകം തുടങ്ങാൻ പറഞ്ഞു. ബാലേട്ടനെ കാണാണ്ട് വിഷമിച്ചിരിക്കാൻ ഞങ്ങൾ. പോയിട്ട് ആ ഖാനെ കണ്ടോ? അവനെ ഒരുപാട് തപ്പി, ഒരിടത്തും കണ്ടില്ല. ഒരു കാര്യം ചെയ്യും, എല്ലാരും സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തു. അല്ല, ജീവൻ എവിടെ? ബാലേട്ട, ജീവേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത്? ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ജീവേട്ടൻ. ആരോടും അധികം സംസാരിക്കുന്നില്ല, ഒന്നും പറഞ്ഞ ശ്രദ്ധിക്കുന്നുമില്ല. വഴിയിൽ പോലീസ് വന്നപ്പോൾ മുതൽ വന്ന ചേഞ്ചാ. ഈശ്വര, ഇവരിതെന്തു പറ്റി? മോനെ ജീവ, നിനക്കിതെന്തു പറ്റി? കാര്യം നോക്ക് മോനെ. ഇനി അറുമുഖനെ കാക്കണ്ട, സ്വന്തമായി മേക്കപ്പ് ചെയ്ത് നീ സ്റ്റേജിൽ കയറ്. അയ്യോ, നാടകം തുടങ്ങാറായി. ഒരു നാടകം. എന്താ ബാലേട്ട ഇത്? മോളെ, ജീവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്.
ഇന്നേ വരെ ബാലേട്ടൻ എന്ന് വിളിച്ചിരുന്നവൻ ഇപ്പൊ എന്നോട് പെരുമാറിയത് കണ്ടില്ലേ? മോളെ, ഇവനാണ് എന്നെ വീണ്ടും ട്രൂപ്പ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. പ്രതീക്ഷയോടെയുള്ള എന്റെ ആദ്യത്തെ പ്രോഗ്രാം. തളരരുത്. ഈ നാടകം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ. നാളെ തന്നെ നമുക്ക് ജീവേട്ടനെ നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ശരി. എല്ലാവരും റെഡിയാക്, നാടകം തുടങ്ങാം. ആ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിൽ അരങ്ങേറുന്നതാണ്. അച്ഛാ, അച്ഛന്റെ 3 മക്കളിൽ എന്നോട് മാത്രം എന്തിനാണ് അച്ഛൻ ഒരു വേർതിരിവ്? മോളെ സാവിത്രിക്കുട്ടി, അച്ഛൻ പറയുന്നത് കേട്ട് എന്റെ മോള് വിഷമിക്കരുത്. ഇല്ലച്ചാ, ഏത് ദുഃഖവും താങ്ങാൻ മാത്രം ഞാൻ പര്യാപ്തമായി കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ പറ. എന്റെ കണക്കിൽ എനിക്ക് മക്കള് 2. നീ എന്റെ മോളല്ല. ഞെട്ടിക്കുന്ന സത്യം കൂടി ഞാൻ പറയാം. നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തതാണ്. എന്താ ജീവ ഇത്? നിനക്കിത് എന്ത് പറ്റി? ആരാ ഇത്? പോലീസ് വേഷം കെട്ടാൻ നിന്ന നടന്മാർ ഇവരല്ലല്ലോ. ഡിപ്പാർട്ട്മെന്റിനെ പറ്റിച്ച് കടന്നു കളയാന്ന് വിചാരിച്ചല്ലേ? എന്താ സാർ, എന്താ പ്രശ്നം? അയ്യോ, എന്താ സാർ, എന്താ സാർ, എന്താ പ്രശ്നം? ഞാൻ പറയാം. ഇവൻ ആരാണെന്നറിയാമോ? ജോജി ഫെർണാണ്ടസ്. കുറേയേറെ വർഷങ്ങളായി ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലാണ് ഇവൻ. 3 കൊലപാതകങ്ങൾ, പിടിച്ചുപറി, കള്ളക്കടത്ത്. എന്തിന്? കാശിനു വേണ്ടി ആളുകളെ നിഷ്കരണം അറുത്തുകൊല്ലുന്ന കൊട്ടേഷൻ എന്നറിയപ്പെടുന്ന ഗുണ്ടാ സംഘത്തിന്റെ തല തൊട്ടപ്പൻ. സാറേ, ഇത് ജോജി ഫെർണാണ്ടസ് അല്ല, ഞങ്ങളുടെ ജീവനാ. ഇവൻ പാവാ, നിങ്ങൾക്ക് തെറ്റിയതാ. തിരുനക്കരയിൽ ഇവനെ പൊക്കിയപ്പോ ഇവന്റെ പേര് പോളി. അതിനു മുമ്പ് കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് ഇവനെ പൊക്കിയപ്പോ അന്ത്രു. ഇങ്ങോട്ട് തിരിയടാ. ഞാനാ സാറേ ജീവൻ. ഇവൻ കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പോലീസിനെയും ഗുണ്ടകളെയും പേടിച്ച് ഞാൻ ഓടുകയാണ്. ഇത്രയും കാലത്തെ മനസമാധാനവും ജീവിതവും തകർത്ത ഇവനെ ഞാൻ വെറുതെ വിടില്ല സാറേ. നോ, നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഇവനെ ഞങ്ങൾക്ക് വേണം. പാടാ ഇങ്ങോട്ട് കേറ്. പക്ഷേ അവൻ കാരണം എനിക്കൊരു ഗുണമുണ്ടായി. അഭിനയം എന്തെന്നറിയാത്ത ഞാൻ ഒരു നടനായി. പിന്നെ സ്വന്തം ഏട്ടനെ പോലെ കാണാൻ എനിക്കെന്റെ ബാലേട്ടനെ കിട്ടി. അതെ ബാലേട്ട. പിന്നെ എന്റെ ജീവിതത്തിൽ എന്നെന്നും കൂട്ടായി എനിക്ക് ഇവളെയും കിട്ടി. ഇപ്പോഴാ ബാലേട്ട എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞത്. എനിക്ക് ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. സ്നേഹിതരെ, ചില സാങ്കേതിക കാരണങ്ങളാൽ കർട്ടൻ ഇടേണ്ടി വന്നതിൽ ക്ഷമിക്കുക. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നാടകം തുടരുന്നു. ഹൃദയപൂർവ്വം ഉർവശി തിയേറ്റേഴ്സ്.